ഹരിയാനയിൽ ആകെ സീറ്റ് 90, BJP 51, കോൺഗ്രസ് 34, INLD 2, അതേഴ്സ് 3. അപ്പൊ ജമ്മു കാശ്മീർ ആകെ സീറ്റ് 90, ഇന്ത്യ സഖ്യം 51, BJP 29, PDP 3, AAP അതേഴ്സ് 7. നേരമായിട്ട് നമുക്ക് കാണാതറിയാം അല്ലെ, ഏകദേശം കാണാതറിയാം. ഇത് തന്നെയാണ് കുറെ നേരമായിട്ട് നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും 1-2 ഒക്കെ മാറുന്നു. എന്നാലും പൊതുവെ മാറ്റമൊന്നുമില്ല. ഇത് എവിടെയോ സ്റ്റക്കായി നിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വലഞ്ഞു നിൽക്കുകയാണ് അല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്ന അക്ഷരം പോലെ പെട്ടു നിൽക്കുകയാണ്. ഒരു സാധനം വരുന്നില്ല, ഒരു ഡീറ്റെയിൽസ് വരുന്നില്ല. ഇനിയിപ്പോ ഇപ്പോഴാണ് കുറെ സമയം കൂടി ഇപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. എന്തായാലും 1 മണിക്കാണ് SK 51-34 കണക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും 1 മണിക്ക് ഇനിയിപ്പോൾ ഈ പറയുന്ന അണക്കെട്ട് പൊട്ടി ഡേറ്റ എല്ലാം കൂടെ ഒഴുകിത്തിരിഞ്ഞ് വരുവാണെന്ന് അറിയില്ല. വന്ന നല്ല കാര്യം, വന്ന് ഒഴുകിയത് തീർന്ന അത്രയും നല്ല കാര്യം. ഇതിപ്പോൾ ആകെ 90 സീറ്റും ഉണ്ട്, ആകെ എണ്ണാൻ കുറച്ച് സീറ്റും ഉണ്ട്, കുറച്ച് മണ്ഡലങ്ങളും ഉണ്ട്, കുറച്ച് സ്ഥാനാർത്ഥികളും ഉണ്ട്. നമ്മൾ ഇത് രാവിലെ 6 മണി മുതൽ 1 മണി വരെ നിന്നിട്ട് ഒരു അനക്കവും ഇല്ലെങ്കിൽ SK കുറച്ച് കഷ്ടമല്ലേ. അല്ല വിജയകുമാർ, ഏറ്റവും രസം വിജയകുമാർ, ഹാഷ്മി മൊബൈലിന്റെ ചാർജ് വരെ പോയി, റിസൾട്ട് ആയിട്ടില്ല. ഇപ്പൊ മൊബൈലിന്റെ ചാർജ് പോയത് കൊണ്ടാണ് ഞാൻ ഈ ഐപാഡ് കയ്യിലെടുത്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇവിടെ UDFന്റെ യുവജന സംഘടനകൾ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അതിൽ അവർ ബാരിക്കേഡിന് മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. നിയമസഭാ മാർച്ചാണ്. ഹരിയാന തീരുമാനം ഉണ്ടാക്കി നമുക്ക് പോകാൻ വിജയട്ടോ അങ്ങോട്ട്. എന്താ സംഭവിക്കുന്ന അറിയണല്ലോ. കാശ്മീരിലെ തീരുമാനം ഇതാണ് അല്ലേ, അല്ല നിയമസഭാ മാർച്ചാണ്. ഹരിയാനയല്ല, ഇത് കേരളമാണ്, തെറ്റിദ്ധരിക്കരുത്. അതെ, ഇത് നിയമസഭാ മാർച്ചാണ് നടക്കുന്നത്, പ്രതിഷേധ മാർച്ചാണ്. മുഖ്യമന്ത്രിയുടെ രാജിയാണ് സിമ്പിൾ ആയിട്ട് വേണ്ടത്. അത്ര എളുപ്പമുള്ള പരിപാടിയല്ലത്. അവിടെ UDF യുവജന സംഘടന അവിടെ ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിക്കും. ഒരു പക്ഷേ മുഖ്യമന്ത്രി പക്ഷേ തൊണ്ടവേദനയാണ്. അദ്ദേഹം ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. വലിയ രൂക്ഷമായ വിമർശനങ്ങൾ അവിടെ ഉണ്ട്. എന്തായാലും അത് നമുക്കിത് കഴിയുമ്പോഴേക്കും ഈ റിസൾട്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാമെന്ന് പറയുന്നു. ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഹരിയാന റിസൾട്ട് ഏറ്റവും നിർണായകമായതാണ്. വിട്ടുപോകാനും പറ്റുന്നില്ല, എന്നാൽ കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല. ജാട്ട് മുന്നേറ്റമുള്ള മേഖലകളിലൊക്കെ BJPക്ക് വലിയ നേട്ടമെന്ന് പറയുന്നു. ഇതിനോടകം വന്ന റിസൾട്ടിൽ 90 സീറ്റിൽ 51-ലും BJP ആണ്, 34 കോൺഗ്രസ് ഒതുങ്ങുന്നു. INLD 2 സീറ്റിൽ, മറ്റുള്ളവർ 3. എക്സിറ്റ് പോളുകളുടെ ക്രെഡിബിലിറ്റി ഇല്ലായ്മ, എക്സിറ്റ് പോളുകൾ ഏതൊക്കെ തരത്തിൽ മനുഷ്യർ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഉദാത്തമായ സൂചന ഒന്നുകൂടിയാവുന്നു ഹരിയാനയിൽ. അത് എക്സിറ്റ് പോൾ മാത്രമല്ല, അതിനു മുമ്പ് ഗ്രൗണ്ടിൽ പോയിരുന്നവരും അവിടെ വലിയ ഭരണവിരുദ്ധ വികാരമൊക്കെ പറഞ്ഞതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരവും ബാധിക്കുന്നില്ല BJP എന്ന് മാത്രമല്ല, ജാട്ട് മേഖലകളിൽ BJP അവർ മുന്നോട്ട് നിൽക്കുന്നു. കർഷക പ്രതിഷേധമുണ്ടായ മേഖലകളിൽ BJPക്ക് കാര്യമായ ലോസ് നഷ്ടമുണ്ടാകുന്നില്ല. ഏതെങ്കിലും സമുദായ വിഭാഗത്തിൻ്റെ വോട്ട്, ഏതെങ്കിലും ജാതി വിഭാഗത്തിൻ്റെ വോട്ട് അവർ കാര്യമായ ക്ഷീണം, കാര്യമായ നഷ്ടം അവിടെ ഉണ്ടാകുന്നില്ല. കൃത്യമായ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ അവിടെ BJPക്ക് പറ്റുന്നു. റിസൾട്ട് ഇങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ ഈ പറഞ്ഞ കോൺഗ്രസ് ആരോപിക്കും മട്ടിൽ ഇനി മൊത്തം ഡേറ്റ മാറി മറിഞ്ഞ് ഈ കണക്കുകൾ നേരെ തിരിച്ചാകുമോ എന്ന കാര്യം ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി 8 മണിക്ക് തുടങ്ങിയതാണ്. 9, 10, 11, 12, 1 5 മണിക്കൂർ കഴിയുമ്പോഴും ആ മട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഇനിയൊരു അട്ടിമറിക്കുള്ള പോസിബിലിറ്റി തുച്ഛമാണ്. അങ്ങനെ അട്ടിമറിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല അർത്ഥം. പക്ഷേ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു അട്ടിമറി ഇനി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ 3ാം വട്ടവും ഹരിയാനയിൽ BJP ഭരിക്കുന്നു. 3ാം വട്ടവും ഈ പറയുന്ന മോദി ഇന്ന് വൈകിട്ട് 7 മണിക്ക് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. ജമ്മു കാശ്മീരിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യം 50-ഉം BJP 29-ഉം. അതെ, 51 ഒരു സീറ്റ് ഇറങ്ങി. അത്ര ഒരു മാറ്റം വന്നു. അപ്പോ അബ്ദുൾ റസാഖ് TP ആത്മാർത്ഥമായിട്ട് ചോദിച്ചു പോയതാ, 3 പേരുടെ ഈ കലമ്പലെ ഇപ്പൊ ഈ കേൾക്കുന്നത് കലമ്പല് ഏതാണ്ട് അവസാനിപ്പിക്കാൻ സമയമായോ എന്ന് ചോദിക്കുന്നു. നമ്മൾ ഈ കലമ്പാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കലമ്പി ഇട്ടിരിക്കുക ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ മാത്രമല്ല, ഈ നമ്മൾ കിണറ്റിൽ ഇറങ്ങിയതുപോലെ ആയിപ്പോയി. ഇറങ്ങിക്കഴിഞ്ഞു, തൊടിയിലൂടെ ചവിട്ടി മേലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ അല്ലേ. ഇതുപോലെ കഴിഞ്ഞ വർഷം പെട്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പോൾ എന്തായാലും ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ഹരിയാനയിൽ BJP 51 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് 34 സ്ഥലത്തും, INLD 2 സ്ഥലത്തും, മറ്റുള്ളവർ 3 സ്ഥലത്തും ലീഡ് ചെയ്യുന്നു. നമ്മളിനി ജമ്മു കാശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ സീറ്റുകൾ 90. അതിൽ ഇന്ത്യ സഖ്യം 50 സീറ്റുകളിലും BJP 29 സീറ്റുകളിൽ ലീഡ് ചെയ്തു. PDP 4 ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റും അവിടെ ഒന്നിനും ലീഡ് ചെയ്യാൻ അവർ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർ 7. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ മറ്റുള്ളവർ വളരെ പ്രസക്തിയും പ്രാധാന്യവുമുള്ള ആളുകളാണ്. സ്വതന്ത്രർക്ക് അവിടെ ചെറിയ മാർക്കറ്റ് ഉണ്ട് അല്ലേ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം 50 സീറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റാഷിദ് എഞ്ചിനീയറും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ആ വഴിയെ വെറുതെ നടക്കുകയുള്ളൂ. അതല്ല, ഇന്ത്യ സഖ്യം ഒരു കേവല ഭൂരിപക്ഷത്തിന് താഴെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റാഷിദ് എഞ്ചിനീയറൊക്കെ പവൻ വിലയാണ്. പക്ഷേ ഇപ്പോൾ അത്ര വില
വലിയ വില ഇനിയിപ്പോൾ ഉണ്ടാകാൻ വഴിയില്ല. 29 ഇനി BJP-യോട് ചേർന്നാലും വലിയ കഥയൊന്നും ഉണ്ടാവില്ല. റാഷിദ് എഞ്ചിനീയറും ജമാഅത്ത് ഇസ്ലാം BJP-യോട് ചേർന്നാലും ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ വിജയ, സഞ്ജയ് ബേബി പറയുന്നു വിശക്കുന്നെങ്കിൽ വാ, നല്ല അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല മീൻകറി ഉണ്ട്. പാട്ട് പറയാൻ പറ്റിയ സമയം ഇവിടെ മനുഷ്യൻ അല്ലേ പൊരിഞ്ഞെരിഞ്ഞ് നാശമായിരിക്കുക. ആമാശയം കരിയുന്ന മണം പോലും പ്രേക്ഷകർ കിട്ടിക്കൊണ്ടെങ്കിൽ ഈ സമയത്താണ് പാട്ട് പാടാൻ. സ്വപ്നം പറഞ്ഞതായിരിക്കും, വഷളാക്കി കളഞ്ഞു, വഷളായി. അപ്പൊ സുലേഖ ദിവാകരൻ ചോദിക്കുന്നു, ഉണ്ണാൻ പോയവരെണ്ണാൻ വന്നോന്ന് ചോദിക്കുന്നു. വന്നതായിട്ട് തോന്നില്ല, വരാൻ സാധ്യതയുണ്ട്. അപ്പം അജിത സുല്ല, അവർ അജിതയ്ക്ക് മാത്രമേ നമ്മുടെ സ്നേഹമുള്ളൂ. കാര്യം അറിയോ, 3 പേരും കുറച്ച് ജ്യൂസെങ്കിലും കുടിക്കും. ഓക്കെ, ജ്യൂസൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. ജ്യൂസൊന്നും ഇവിടെ കുഴപ്പമില്ല. ഇവിടെ നമുക്കിനി പെട്ടെന്ന് ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ ഇടവേള പറഞ്ഞൊക്കെ നല്ല പരിചയമായിരുന്നു അല്ലേ. ഇപ്പോൾ ഒരു ഇടവേള പറഞ്ഞിട്ട് എത്ര നേരമായി, കൊതിയായി പോകുന്നു. ഒരൊറ്റ ഇടവേള ഇതുവരെ പറഞ്ഞു. നമ്മൾ 51-34 അല്ലേ നമ്മുടെ ടാലി? അതെ അതെ. ഹരിയാന എന്ന് വെച്ചാൽ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന അതേ ലോക്കൽ മീഡിയ ഇപ്പോഴും അതേ ടാലിയാണ് നൽകുന്നത്. BJP 51, കോൺഗ്രസ് 34, INLD 1, JJP 0, അതേഴ്സ് 4. എനിക്ക് തോന്നുന്നു INLD 2, അതേഴ്സ് 3. അതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഏറെക്കുറെ ഈ ഞാൻ കുറെ ഞാൻ പറഞ്ഞ പ്രാദേശിക മാധ്യമല്ല, അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് ഇപ്പോൾ അപ്ഡേഷനാണ്. പക്ഷേ അതിൽ അല്ലാത്ത കണക്കുകൾ വരുന്നുണ്ട്. ഇല്ല, എല്ലാത്തിലും അത് തന്നെ 51, 50 35, 49 ഉണ്ട്, 50, 35 ഉണ്ട്. എവിടെയാണത്? അത് ഇന്ത്യ ടുഡേ നോക്കൂ, 35, 49 ആണ്. ഇവിടെ CNN ന്യൂസ് 18, 50, 35 ആണ്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഈ കഴിഞ്ഞ ഒരു 15 മിനിറ്റായിട്ട് ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും അനങ്ങുന്നുണ്ട്. എനിക്ക് ലീഡ് ചെയ്യുന്നു എന്നൊരു വിവരം കൂടി ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലുള്ള അതാണ് ഈ പറയുന്ന അപ്ഡേറ്റ് ചെയ്ത കണക്കതാണ്. ഇവിടെ ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റും സാധനം. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ്. 51, 34 അല്ല ഞാൻ പറഞ്ഞത് ക്യാമറ അറിയാൻ പറ്റുമല്ലോ. അല്ല അവിടെ സ്വിച്ച് ചെയ്യണം, 4 പറ്റുള്ളൂ. 51, 34, 1, 1, 3 എന്നുള്ളതാണ് ആ കണക്ക്. അത് പക്ഷേ സ്വിച്ച് ചെയ്യാൻ അവിടെ മറന്നു പോയെന്നു, PCR സ്വിച്ച് ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നു. എന്തായാലും ആ സ്വിച്ച് ചെയ്താൽ ഉണ്ണാൻ പോയോ, സ്വിച്ച് ചെയ്താൽ ഉണ്ണാൻ പോയില്ലേ, സ്വിച്ച് ചെയ്യാവോ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതാണ് എന്താണ് ഇതിൽ ഇപ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഔദ്യോഗികം 51, 34, 1, BSP 1, മറ്റുള്ളവർ 3. ഇതാണ് ഇതിന്റെ ഒഫീഷ്യൽ കണക്ക്. ഈ കണക്ക് ആധാരമാക്കിയാണ് ചാനലുകൾ. അപ്പൊ അതാണ് അശ്വതി മനോജ് ഫ്രം യൂട്യൂബ് പ്രേക്ഷക. ഇവരിത് എപ്പോ തുടങ്ങിയതാ? 6 മണിക്ക് കണ്ടിട്ട് വിഷമം വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.